ഓം ഋഷിഗുരു സ്വാമി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തിയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കാര്യശാമി സിദ്ധിർഭവതേ മേ സദാ. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വരുവാ. ഇപ്പൊ അവൻ ഫോൺ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അടുത്ത ആഴ്ച അവൻ അവളെയും കൂട്ടിങ്ങ് വരും. ഇത്രയും കാലം അവൻ്റെ ചെലവ് ജീവിച്ചു. ഇനി അവൻ പറയാണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. എങ്ങോട്ട് പോവും? ഓ നിർത്തറ, എന്നിട്ട് മണി പറിച്ചു തന്നെ എറിയും. ഇരിക്കട്ടെ. ഇപ്പൊ എന്താ എന്റെ പ്രശ്നം? ഇവളോ? പട്ടിയെ തേച്ചടാ. അവൻ എന്നെ കൂട്ടാതെ കാശ്മീരിലൊക്കെ ഉണ്ടാക്കാൻ പോയപ്പോ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇതെങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. ഇന്നലെ അവൻ കാശ്മീരിൽ ഏതൊരു പെണ്ണായിട്ട് ആപ്പിൾ അടിക്കണ ഫോട്ടോ ഇട്ടതാ. അതിനുശേഷം എന്റെ ഫോൺ എടുക്കണില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. ഞാൻ അന്നേ പറഞ്ഞോ പോയാ. സ്റ്റാർബക്സിലെ ചായ, പാർക്കില് ഡേറ്റ്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്തൊക്കെയായിരുന്നു. ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് നീ ഇന്ന് അവൻ നമ്മ അവന് വേണ്ടിട്ട് ഞാൻ ബാക്കി എല്ലാത്തിനും ഒഴിവാക്കിയതല്ലേ. എന്നിട്ട് ആ നാറി എന്നോട് കാണിച്ച പണിയുണ്ടോ? എനിക്ക് പ്രതികാരം ചെയ്യണം. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ല. അപ്പാണ് അവളുടെ പ്രതികാരം. നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ഇതൊക്കെ മാറാൻ ഏതേലും സ്വാമിമാരെ തന്നെ കാണണം. നിനക്ക് ആരെയാടാ കാണണ്ടേ? എടാ അവൻ പറഞ്ഞേലും കാര്യമില്ലേ? എത്രയാന്ന് വെച്ചത് ഇങ്ങനെ? നമുക്ക് ആരെങ്കിലും ഒന്ന് കണ്ടാലോ? ശരി, ആരെയാ കാണണ്ടേ? ഒരാളുണ്ട്. ഗ്യാസ. സിന്ദൂരാരുണ വിഗ്രഹാം മാണിക്യമൗലി സ്മൃതി താരാനായക ശിഖരാ സ്മൃതിമുഖീമാഭിനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ രത്നചഷകം രക്തോദ്ബലം ബീപ്രതീം സൗമ്യാം രക്തകളസ്ഥ രക്തചരണം ധ്യായേത് പരമാംബിക.
തന്ത്രമത് മന്ത്രമത് കിങ്കരനാം വിദ്യയിൽ ഭീകരൻ ഞാൻ. എല്ലാവരും ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളുക. പ്രേമം തത് പുരുഷൻ തത് പ്രശ്നം തത്. ഋഷി കുരുമൊഴിഞ്ഞത് കാതോട് കേട്ടത്. കേട്ടോടാ സ്വാമി പറഞ്ഞത് ഇവളുടെ പ്രേമത്തെ പറ്റി. ഉണ്ട. അയ്യോ, തൊഴിലിൽ വിഘ്നം, പാത്രകാലി, ഭജൻകാലി, എട്ടുകാലി. 8 കാലിയാ? എട്ടുകാലി. ന ചത്രം ന തുരങ്കമോ ന വദത വൃന്ദാനിനോ വന്ദിന. അവധിയും കരണീയം സ്മരണീയം ചരളയുഗളവമ്പായ കർമ്മം കിം കുരുതേ കിങ്കിടി കുരുതേ ഭഗവതി. സ്വാമി സ്വാമി കാത്തോ. ഓ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നാശം മാത്രമേ ഉള്ളൂ. രക്ഷപ്പെടാൻ എന്താ സമയം ഒരു വഴി? രക്ഷപ്പെടാൻ നാം ഒരേ ഒരു വഴിയെ കാണുന്നുള്ളൂ. വസ 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 ലജ്ജാവതിയെ. പുനർജന്മം. അപ്പൊ ശരി. ദുർവാശി, ദുശാഠ്യം, ദുരാഗ്രഹം. കയ്യെത്തും ദൂരത്ത് വെച്ച് പെണ്ണും പദവിയും ഉദ്യോഗവും നഷ്ടപ്പെട്ടു. ഈ ജന്മം നാശജന്മം. നന്ദിതാമോഹനം, കർമ്മമാർഗം, പുനർജന്മം. നന്ദിതാമോഹൻ. എത്രയും വേഗം പുനർജനിക്കുന്നുവോ അത്രയും നന്ദിതം ജീവിതം. ഒരേ ഒരു വഴി, പുനർജന്മം. സംഭവാം യുഗേ യുഗേ. മരിക്കാം. എടാ നീ എന്താടീ പറയുന്നേ? അയാൾ എന്തെങ്കിലും ബോധമില്ലെന്ന് പറഞ്ഞെന്ന് കരുതി നീ അതിന്റെ വാല തൂങ്ങാൻ പോണോ? എടാ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടും. രക്ഷപ്പെടാനാണെങ്കിൽ അയാൾ പറഞ്ഞ വഴിയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഇനി ഈ ജന്മത്തെ എന്താ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളത്? ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഞാനും. ഞാനങ്ങനെ വെറുതെ മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ മരിക്കാൻ പോവാ. നമ്മളെ മര്യാദയ്ക്ക് ജീവിക്കാൻ വിടാത്ത കുറേ എണ്ണം നമുക്ക് ചുറ്റിലുണ്ട്. അവരിൽ ഒരാൾക്കിട്ടെങ്കിലും നല്ലൊരു പണി കൊടുത്തിട്ടേ നമ്മൾ ചാവാൻ പാടുള്ളൂ. അതിപ്പോ ഒരുപാട് പേരുണ്ടല്ലേ. ഒരുത്തനുണ്ട്. നീ ഇന്നും രാവിലെ ഇറങ്ങിയോടാ? അവനെന്നെ എപ്പോ കണ്ടാലും ഓരോന്നറിയണം. അവനിട്ട് 2 എണ്ണം പൊട്ടിക്കണ്ടേ?
ഇന്നത്തെ തണ്ടല് കഴിഞ്ഞോ? ഡാ പിന്നെ ചായക്ക് ചൂട് കൂടുതലാണെന്നാ ചിലർ പറയുന്നത്. നിനക്കത് ഊതി കൊടുക്കാൻ പറ്റൂ? നല്ല ശമ്പളം തരാവടാ. ചേട്ടാ എന്താ മോനെ? ഇനി ഇങ്ങനെ നീ ആരോടെങ്കിലും ചോദിച്ചാ എനിക്ക് കിട്ടേണ്ട ജോലിയാ. ഒരു അർഹതയില്ലാത്ത ഒരുത്തന് അവനുണ്ടാക്കി കൊടുത്തത്. ചോദിക്കാൻ ചെന്ന് എന്നെ പിടിച്ച് അകത്തുവാക്കി. എടാ നീ എന്നാത്തിനാ ടെൻഷൻ അടിക്കുന്നേ? നിന്റെ കാര്യം നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ ഒന്നുമില്ല, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്ര നാൾ കഷ്ടപ്പെട്ടതല്ലേ, പൊടിയും പിടിച്ച് കിടന്നല്ലേ. ശരിയാവും, ശരിയാണ്ട് അവിടെ പോവാൻ. ഇന്നത്തെ കാലം സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ എവിടെയോ നീ കുറച്ചാലും ഇവിടെ കിടക്ക്. നല്ല രസമല്ലേ? ഇവിടെ ബിരിയാണിയൊക്കെ കിട്ടും അല്ലയോ സാറേ? വെറുതെ അടക്കാണ്ടല്ല, കൊടിയും പിടിക്കാൻ പോടാ. ഇവൻട്ടൊക്കെ ആരെങ്കിലും രണ്ടെണ്ണം കൊടുക്കണ്ടേ? അണ്ണാ ഞാൻ നാളെ വരാം. വണ്ടി എടുത്ത് വാടാ. നിനക്ക് പിന്നെ നിന്റെ മറ്റവനെ ആയിരിക്കുമല്ലോ അതല്ലാണ്ട്. അല്ല, അല്ലേ? ഈ ചെറിയ കാര്യത്തിനാണ് നീ ആളത്തെല്ലാം പോകുന്നത്. അതും ഇങ്ങനെ ഒരാളെ. ഞാനില്ല. ആരായാലും എന്താ, എന്തായാലും ചാൻ പോവാ. നിനക്ക് വേണ്ടി ഇത് ഞാൻ ചെയ്യാം. ചോദിക്കടോ. സാറേ, നമുക്കൊരു പരാതി ഉണ്ടായിരുന്നു. എന്താ പരാതി? എനിക്കൊരു അമ്മാവനുണ്ട്. 10 പേരെ കണ്ട ആളാവാൻ എന്തും പറയുന്ന ഒരുത്തൻ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സ് കുറച്ചൊരു വീട്ടിലേക്ക് ചെന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അയാൾ കയറി വന്നു. എന്നിട്ട് പറഞ്ഞതോ, എന്താ പറഞ്ഞു? ഇന്നലെയും കൂടി ഞാൻ കിടക്കാൻ മുള്ളിന്ന്. അയാൾക്ക് വേറെ എന്തൊക്കെ ഉണ്ടടാ പറയാൻ? സാറിനറിയാവോ, ഇതും പറഞ്ഞ് ഇപ്പോഴും അവനെ കളിയാക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവർ എന്താടാ ചെയ്യേണ്ടത്? ഷോ, ആ കൊച്ചു വല്ല കടുങ്കൈ ചെയ്തിരുന്നെങ്കിലോ ഇങ്ങനെയുള്ളവരെ ചെകനടിച്ച് പൊട്ടിക്കണം. ഓക്കെ സാർ. ഇവനേത്? എടാ ഇത് വേണോ? ഒന്നും കൂടെ ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല. ഇനിയെങ്കിലും ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കും. അടുത്ത ജന്മത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സായിട്ട് ജീവിക്കണം. അയ്യോ, അത് വേണോ? അവിടുത്തെ അവിടെ പോയി. ഹലോ വാവേ, ആ കാശ്മീരാർ എൻ്റെ ആപ്പിളും കൊണ്ട് പോയി വാവേ. നീ ഇതെവിടാ വാവേ? ഞാനിവിടെ പെട്ട് നിൽക്കുക. തിരിച്ചു വരണ്ട വണ്ടിക്കൂലി പോലും ഇല്ല വാവേ. വാവേ
ഹലോ വാവേ, ഞാൻ ഫോട്ടോ നോക്കിയേ. ഇവന്മാർ ഇത്ര ഉടായ്പായിരുന്നു. ഓരോരോ കഴപ്പ്. ഇപ്പൊ എവിടെയാണോ എന്തോ. പോവാം.